പ്രതി ഈ പോലീസുകാരനെ കുത്താൻ വേണ്ടി കത്തിയുമായിട്ട് ട്രെയിൻ ആകുമ്പോഴി നടക്കുകയായിരുന്നു. അയാൾ മാറി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട കൊടുമൺ സ്വദേശിയായിട്ടുള്ള അനിൽകുമാറാണ് കോട്ടയം റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ രാത്രി 10:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ചെങ്ങന്നൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രതിയായ അനിൽകുമാർ ട്രെയിനിൽ കയറുന്നത്. ഇയാൾ ടിക്കറ്റ് എടുക്കാതെയാണ് ട്രെയിനിൽ യാത്ര ചെയ്തത്. TTE എത്തി ടിക്കറ്റ് ആവശ്യപ്പെട്ട സമയത്ത് TTEയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ഈ അവസരത്തിലാണ് ട്രെയിനിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സുനിൽകുമാർ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ യാത്ര തുടരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ കൈവശമുണ്ടായിരുന്ന കത്തിയെടുത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തുകയായിരുന്നു. അദ്ദേഹം പിന്നിലേക്ക് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് മാത്രമാണ് ഗുരുതരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. അതിനുശേഷം ട്രെയിനിനുള്ളിലൂടെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തുന്നതിന് വേണ്ടി വീണ്ടും കത്തിയുമായി പിന്നാലെ ഓടുന്നൊരു സാഹചര്യമുണ്ടായി. എന്താണെങ്കിലും ട്രെയിൻ കോട്ടയത്ത് എത്തിയ സമയത്ത് കോട്ടയം റെയിൽവേ SHO റെജി P. ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് മലബാറിലേക്ക് മലബാർ എക്സ്പ്രസ് ട്രെയിനിൽ വെച്ച് അതിൻ്റെ S5 കോച്ചിൽ ഒരു യാത്രക്കാരൻ വെള്ളമടിച്ച് TTEയുമായിട്ട് തർക്കിച്ച് ഒരു ബഹളം ഉണ്ടാകുന്നതായിട്ട് ആ ട്രെയിനിൽ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൊല്ലത്തെ റെയിൽവേ പോലീസിലെ സനൽകുമാറിനെ TTE വിളിച്ച് വിവരം പറഞ്ഞു. ആൾ മദ്യപിച്ച് ബഹളം വെക്കുന്നു പറഞ്ഞു. അതനുസരിച്ച് ആ ട്രെയിനിൽ കൊല്ലം മുതൽ എറണാകുളം വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സനൽ S5 കോച്ചിൽ ചെന്നപ്പോൾ TTEയുമായിട്ട് ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേര് തർക്കിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ നല്ല മദ്യലഹരിയിലായിരുന്നു. അപ്പോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിൻ ചിങ്ങവനം വിട്ടു. ഈ പ്രതി എന്ന് പറയുന്ന അനിൽകുമാർ കൊടുമൺ സ്വദേശിയാണ്. അയാൾ കയറിയത് ചെങ്ങന്നൂരിൽ നിന്ന് കയറി എറണാകുളത്ത് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് അയാൾ ട്രെയിനിൽ കയറിയത്. ടിക്കറ്റ് എടുക്കാറേ ഇല്ലെന്ന് പുള്ളി തന്നെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുക. കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 2 കേസുണ്ട്. ഇത് ഈ പോലീസുകാരൻ ടിക്കറ്റ് ഇല്ലാതെ ഇറങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ ആ വൈരാഗ്യത്തിൽ അയാളുടെ അരയിലിരുന്ന കത്തിയെടുത്ത് ആ പോലീസുകാരൻ്റെ ഇടത് നെഞ്ച് ഭാഗത്തായിട്ട് കുത്തുകയാണ് ചെയ്തത്. ഈ പോലീസുകാരൻ പെട്ടെന്ന് പുറയിലേക്ക് വലിഞ്ഞ് യൂണിഫോം ഒന്ന് ചെറുതായിട്ട് കീറി. അതിനകത്ത് ബനിയൻ ഉണ്ടായിരുന്നു. ബനിയൻ കീറി അദ്ദേഹത്തിൻ്റെ ആ ഇടത് ഭാഗത്ത് ചെറിയൊരു പോറൽ പോലെ ഉണ്ട്. അത് വലിഞ്ഞില്ലായിരുന്നെങ്കിൽ മാരകമായ മുറിവായനെ. അത് വലിയ അപകടത്തിലേക്ക് പോയേനെ. അത് വലിയ പരിക്കില്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം എറണാകുളത്തേക്ക് തന്നെ യാത്ര തുടർന്നു. എറണാകുളത്ത് എത്താറായപ്പോൾ പുള്ളിക്ക് ഒരു അസ്വസ്ഥത തോന്നി. ഉടനെ എന്നെ വിളിച്ചു. ഞാനവിടെ എറണാകുളം SHOനെ വിളിച്ച് വിവരം പറഞ്ഞു. ആ ജീപ്പേ തന്നെ പുള്ളിനെ കൊണ്ടുപോയി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കി. ഡ്രസ്സ് ചെയ്തിട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ വന്നു. അദ്ദേഹത്തിന് മൊഴി മേടിച്ച് ഞാൻ കേസ് എടുത്തിട്ടുണ്ട്. അതേ കുത്താൻ ശ്രമിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഒഴിഞ്ഞു മാറി. അതല്ലാതെ അതിൻ്റെ യൂണിഫോം കീറി ബനിയനും കീറിയിട്ടുണ്ട് വരുന്നുണ്ട്. അതിനുശേഷം ഇയാൾ ഒഴിഞ്ഞു മാറി കഴിഞ്ഞിട്ടും ഈ പ്രതി ഈ പോലീസുകാരനെ കുത്താൻ വേണ്ടി കത്തിയുമായിട്ട് ട്രെയിൻ ആകുമ്പോഴി നടക്കുകയായിരുന്നു. അയാൾ മാറി രക്ഷപ്പെടുകയായിരുന്നു. അന്നേരം കോട്ടയം എടുക്കാറായി. അന്നേരമാണ് ഞങ്ങളെല്ലാവരും ട്രെയിനകത്ത് കയറി അയാളെ കൂട്ടി ഇറക്കിക്കൊണ്ട് വരുന്നത്. ഓടിക്കുകയായിരുന്നു. ഇന്നലെ ചിങ്ങവനം കഴിഞ്ഞ് ഈ കുത്ത് കിട്ടിയപ്പോൾ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇന്നലെ കോപ്പിംഗ് ഡ്യൂട്ടി ആയിട്ട് ഞങ്ങളെല്ലാവരും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. വിവരം കൺട്രോൾ ഏറ്റവും അറിയിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം S5 കോച്ചിലേക്ക് ചെന്നു. അന്നേരം ഈ പോലീസുകാരനും വന്നു. ഈ പ്രതിനെയായിട്ട് ഞങ്ങൾ ഇറക്കിക്കൊണ്ട് പോരുകയാണ് ചെയ്തത്. ടിക്കറ്റ് ഇല്ലാതെ മദ്യപിച്ച് ട്രെയിനകത്ത് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. അതിൽ പ്രകോപനമായിട്ടാണ് ഈ പോലീസുകാരെ കുത്തുന്നത്. കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിനെതിരെ 2 കേസുള്ളതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇങ്ങനെ ട്രെയിനെ മദ്യപിച്ച് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക. അതിനെതിരെ ഓപ്പറേഷൻ സുരക്ഷിത എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട SP ദേവത്തിൻ്റെ ഒരു പദ്ധതി അനുസരിച്ച് ഞങ്ങൾ വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ട്. ടിക്കറ്റ് ഇല്ലാതെ പ്ലാറ്റ്ഫോമിൽ കാണുന്നവരെയും ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനെ കാണുന്നവരെയും മദ്യപിച്ച് പ്ലാറ്റ്ഫോമിൽ വരുന്നവരെയും മദ്യപിച്ച് ട്രെയിനുള്ളിൽ യാത്ര ചെയ്യുന്നവരെയും ട്രെയിനിൽ നിന്ന് ഇറക്കി അവരെ യാത്ര ചെയ്യാൻ അനുവദിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നവരെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇറക്കി കേസെടുത്ത് വിടുന്നത്. പ്രതിക്ക് കൊലപാതക ശ്രമത്തിലുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. 308 ആണ്, പഴയ IPC 308 പ്രകാരമുള്ള കേസ്. ഔദ്യോഗിക കൃത്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യം തടസ്സപ്പെട്ടതിനുള്ള സെക്ഷൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് കോടതി ഹാജരാണ്. പത്തനംതിട്ട കൊടുമൺ സ്വദേശിയായിട്ടുള്ള അനിൽകുമാർ മറ്റ് നിരവധി കേസുകളിലും പ്രതിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇയാൾക്കെതിരെ കൊലപാതക ശ്രമത്തിനുമൊപ്പം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.